സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ. ദുനിയാവിലെ സന്തോഷങ്ങൾ ഉറക്കത്തിലെ വെറും സ്വപ്നങ്ങളാണ്. നിങ്ങൾ ഇന്ന് മരണപ്പെട്ടാൽ ദുനിയാവിൽ നേടിയ ഒന്നും തന്നെ ആ ഖബറിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. 3 കാര്യങ്ങളൊഴികെ. 1. നാഫിയായ ഇൽമ്. 2. ജാരിയായ സദക്ക. 3. നമുക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് നിത്യവും പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു മകളോ അതോ മകനോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനുള്ള രൂപങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് അറിയുമോ? നാളെ റബ്ബിൻ്റെ കോടതിയിൽ എത്തിക്കുമ്പോൾ മക്കൾ കാരണം രക്ഷപ്പെട്ടു പോകുന്ന ചില മാതാപിതാക്കളുണ്ട്. അങ്ങനെ രക്ഷപ്പെടാൻ എന്ത് ദീനാണ് നിങ്ങളുടെ മക്കൾക്ക് പകർന്നു നൽകിയത്? ദുനിയാവിൽ ഒരുപാട് ഡിഗ്രികൾ വാരിക്കൂട്ടിയ സർട്ടിഫിക്കറ്റുകൾ റബ്ബിന് വേണ്ട. നിങ്ങൾ മക്കൾക്ക് പറഞ്ഞുകൊടുത്ത അലിഫ് ലാം കൊണ്ട് ഖുർആൻ ഓതി നമസ്കരിച്ചാൽ, അവർ എപ്പോഴൊക്കെ കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല, തീർച്ചയാണ്. റബ്ബ് നമ്മുടെ മക്കളെ എല്ലാം സാലിഹത്തായ മക്കളാക്കി മാറ്റട്ടെ. വീട്ടിലുള്ള മുതിർന്നവർ നമസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും നോമ്പ് പിടിക്കുകയും സദക്ക കൊടുക്കുകയും ചെയ്താൽ, ഇത് നമ്മൾ മക്കളെ ചെറുപ്പം മുതൽ പറഞ്ഞു ചെയ്യിച്ചാൽ മക്കളും ആ വഴിയിൽ തന്നെ വരും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആരാധനയാണ് നമസ്കാരം.